അന്ന് 17-കാരന്റെ മനസ്സിൽ കുടിയേറിയ ഡോ. സണ്ണി ഇന്ന് മണിച്ചിത്രത്താഴിനായി ജർമ്മനിയിൽ നിന്നും പറന്നെത്തി. 30 വർഷം മുൻപ് ക്രിസ്മസ് തലേന്ന് കോട്ടയം ചിങ്ങവനത്തെ സെയിന്റ് ജോർജ് തിയേറ്ററിൽ നിന്ന് സണ്ണി എന്ന മനഃശാസ്ത്രജ്ഞൻ ഒരു 17-കാരന്റെ മനസ്സിന്റെ താഴ് തുറന്ന് അകത്തുകയറി. പിന്നെ അവിടെ പാർത്തു. തിങ്കളാഴ്ച മണിച്ചിത്രത്താഴ് എന്ന സിനിമയുടെ ഓർമ്മകളങ്ങുന്ന കൊച്ചി ഭാരത് ടൂറിസ്റ്റ് ഹോമിലെ 264 നമ്പർ മുറിയിലിരിക്കുമ്പോൾ ആ പയ്യന്റെ മുടിയിൽ കാലം വെളുപ്പ് ചാലിച്ചിരുന്നു. അയാളപ്പോൾ ജർമ്മനിയിലെ അറിയപ്പെടുന്ന സൈക്യാട്രിസ്റ്റ് ആയി മാറിക്കഴിഞ്ഞിരുന്നു. മണിച്ചിത്രത്താഴിൽ മോഹൻലാൽ അവതരിപ്പിച്ച ഡോ. സണ്ണിയുടെ പിന്നാലെയുള്ള യാത്രയാണ് ഡോ. ജെമി കുര്യാക്കോസിന്റെ ജീവിതം. അപ്പന്റെ ഉടമസ്ഥതയിലുള്ള തിയേറ്ററിലിരുന്ന് ആദ്യമായി ആ സിനിമ കണ്ടപ്പോൾ മുതൽ മനസ്സുകളെ ചികിത്സിക്കുന്ന ഡോക്ടർ ആകാൻ ആഗ്രഹിച്ച് ഒടുവിൽ അവിടേക്ക് തന്നെ എത്തിച്ചേർന്ന ഒരാൾ. 3 പതിറ്റാണ്ടിനു ശേഷം മണിച്ചിത്രത്താഴ് വീണ്ടും തിയേറ്ററുകളിലെത്താനൊരുങ്ങുമ്പോൾ സാക്ഷിയാകാൻ പഴയ 17-കാരന്റെ ആവേശത്തോടെ ജർമ്മനിയിൽ നിന്നെത്തിയിരിക്കുകയാണ് ജെമി. 1993 ഡിസംബർ 25-ന് റിലീസ് ചെയ്ത മണിച്ചിത്രത്താഴ് പിറ്റേ വർഷമാണ് ചിങ്ങവനത്തെ ജെമിയുടെ ബി ക്ലാസ് തിയേറ്ററിലെത്തിയത്. അപ്പനും അമ്മയും ജർമ്മനിയിൽ ജോലി നോക്കുകയായിരുന്നതിനാൽ നാട്ടിൽ പ്രീ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന ജെമിക്ക് തിയേറ്റർ നടത്തിപ്പിന്റെ മേൽനോട്ടം കൂടിയുണ്ടായിരുന്നു. ആദ്യ ഷോ കണ്ടപ്പോൾ മനസ്സിന്റെ തെക്കിനിയിലേക്ക് കുടിയേറിയത് ഡോ. സണ്ണിയാണ്. അയാളുടെ മാനറിസങ്ങൾ, നടത്തം, സംസാരം എല്ലാം ഗംഗയിലേക്ക് നാഗവല്ലിയെന്ന പോലെ ആവേശിച്ചു. അന്നേ ജെമി ഉറപ്പിച്ചു, എനിക്ക് ഡോ. സണ്ണിയാകണം. സ്കൂൾ പഠനം പൂർത്തിയാക്കി ജർമ്മനിയിലേക്ക് തിരിച്ചുപോയി സൈക്യാട്രി പ്രധാന വിഷയമായി BSc നഴ്സിംഗ് ജയിച്ചു. പിന്നെ MBBS. ഒടുവിൽ അതിൽ തന്നെ MD. ഇപ്പോൾ ജർമ്മനിയിലെ ഗുമ്മർബാഷിലുള്ള ആശുപത്രിയിൽ മുതിർന്നവരുടെ മാനസികാരോഗ്യ ചികിത്സകൻ. ഇത്രയും കാലത്തിനിടെ 200-ലധികം തവണ മണിച്ചിത്രത്താഴ് കണ്ടു. ഇപ്പോഴും കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ കണ്ടത് ദിവസങ്ങൾക്ക് മുൻപ് ഭാര്യ സ്വപ്നയ്ക്കും 4 മക്കൾക്കുമൊപ്പം. അപ്പന്റെ ഭ്രാന്തിന്റെ കാരണം അറിയിക്കാനായി മക്കൾക്ക് കാണിച്ചുകൊടുത്തു. മാനസിക രോഗങ്ങളെക്കുറിച്ചുള്ള ചികിത്സയിൽ പാഠപുസ്തകമായി കാണാമെന്ന ശുപാർശയോടെ കാണിച്ചുകൊടുത്തപ്പോൾ വിദേശികളായ സഹപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും കണ്ണുകളിലുണ്ടായ അത്ഭുതം തന്നെയാണ് ഈ സിനിമയ്ക്കുള്ള ഏറ്റവും വലിയ പ്രശംസയെന്നും ജെമി. വർഷങ്ങൾക്ക് മുൻപ് തിയേറ്ററിലൊട്ടിക്കാൻ കൊണ്ടുവന്ന മണിച്ചിത്രത്താഴിന്റെ പോസ്റ്ററും മണിച്ചിത്രത്താഴിന്റെ വീഡിയോ, ഓഡിയോ കാസറ്റുകളും ആമാടപ്പെട്ടിയിലെ ചിലങ്കയെന്നോണം സൂക്ഷിച്ചുവച്ചിരിക്കുകയാണ് ജെമി. ഓഫീസ് മുറിയിൽ ആ വാചകം എഴുതിവച്ചിട്ടുണ്ട്: ഐ ആം ഗോയിങ് ടു ബ്രേക്ക് ഓൾ കൺവെൻഷണൽ കോൺസെപ്റ്റ്സ് ഓഫ് സൈക്യാട്രി. അതിനൊപ്പം വയ്ക്കാൻ മണിച്ചിത്രത്താഴിന്റെ ഒരു വലിയ പോസ്റ്റർ തേടിയുള്ള അന്വേഷണം പരസ്യ കലാകാരനായ സാബു കൊളോണിയയിലേക്കും നിർമ്മാതാവ് സ്വർഗിത്ര അപ്പച്ചനിലേക്കും. മണിച്ചിത്രത്താഴ് ഡോൾബി ശബ്ദസംവിധാനത്തോടെ റീമാസ്റ്റർ ചെയ്ത് പ്രദർശനത്തിനൊരുക്കിയ മാറ്റിനി നൗവിന്റെ ഉടമ സോമൻ പിള്ളയിലേക്കും എത്തുകയായിരുന്നു. അതോടെ ഇത്തവണത്തെ നാട്ടിലെ അവധിക്കാലം ഡോ. സണ്ണിക്കൊപ്പമെന്ന് ജെമി ഉറപ്പിച്ചു. മണിച്ചിത്രത്താഴിന്റെ തൃപ്പൂണിത്തുറ ഹിൽ പാലസിലെ ചിത്രീകരണ സമയത്ത് അപ്പച്ചൻ താമസിച്ചിരുന്ന BTHലെ മുറിയിലിരുന്നുള്ള സംഭാഷണത്തിന്റെ ക്ലൈമാക്സിൽ ഡോ. സണ്ണി യാത്രയാകും മുൻപ് പറഞ്ഞത് ഡോ. ജെമി ആവർത്തിച്ചു: ഭ്രാന്തുള്ളവരുടെ കൂടെ കഴിയുക വലിയ ബുദ്ധിമുട്ടാണ്. ഭ്രാന്തിന് ചികിത്സിക്കുന്നവരുടെ കൂടെ കഴിയുക അതിലും വലിയ ബുദ്ധിമുട്ടാണ്. സിനിമയുടെ സൗന്ദര്യവും മാന്ത്രികതയും. കാട്ടുപറമ്പന്റെ പോസ്റ്റർ, ഹൃദ്യമായ വാക്കുകളുമായി ബിനു പപ്പു. ചില കഥാപാത്രങ്ങൾ അങ്ങനെയാണ്, കാലമെത്ര കഴിഞ്ഞാലും ഓരോ സിനിമാസ്വാദകന്റെയും മനസ്സിൽ കാലാനുവർത്തിയായി നിലനിൽക്കും. അങ്ങനെയുള്ള നിരവധി കഥാപാത്രങ്ങൾ മലയാള സിനിമയിലുണ്ട്. അതിലെ ഒരു വേഷമാണ് കാട്ടുപറമ്പൻ. ഫാസിലിന്റെ എക്കാലത്തെയും ക്ലാസിക് ചിത്രമായ മണിച്ചിത്രത്താഴിലെ കുതിരവട്ടം പപ്പു അവതരിപ്പിച്ച വേഷമാണിത്. മണിച്ചിത്രത്താഴ് വീണ്ടും തിയേറ്ററുകളിൽ എത്താൻ ഒരുങ്ങുന്നതിന്റെ കാട്ടുപറമ്പനും ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. റീലീസുമായി ബന്ധപ്പെട്ടാണ് കുതിരവട്ടം പപ്പുവിന്റെ ക്യാരക്ടർ പോസ്റ്റർ റിലീസ് ചെയ്തിരിക്കുന്നത്. ഈ പോസ്റ്റർ പങ്കുവച്ച് അദ്ദേഹത്തിന്റെ മകനും നടനുമായ ബിനു പപ്പു പങ്കുവച്ച ഹൃദ്യമായ കുറിപ്പും അതോടെ അപ്പം തന്നെ വൈറൽ ആയിരിക്കുകയാണ്. അച്ഛൻ മരിച്ച് 24 വർഷങ്ങൾക്കു ശേഷം അച്ഛൻ അഭിനയിച്ച ഒരു സിനിമ വീണ്ടും റിലീസ് ചെയ്യുമ്പോൾ അതിന്റെ ക്യാരക്ടർ പോസ്റ്റർ ഷെയർ ചെയ്യാൻ പറ്റുന്നു എന്നത് എന്നെ സംബന്ധിച്ച് ഒരുപാട് അഭിമാനവും സന്തോഷവും നൽകുന്ന കാര്യമാണ്. സിനിമയുടെ സൗന്ദര്യവും ശക്തിയും അതിലുപരി മാന്ത്രികതയും ഇതാണ്. കാലങ്ങൾക്ക് മുന്നേ നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കണ്ണ് നിറയ്ക്കുകയും ചെയ്ത് മറഞ്ഞുപോയ അച്ഛനെപ്പോലെ തന്നെയുള്ള മറ്റു കലാകാരന്മാർ എല്ലാവരും ഓരോ ദിവസവും നമുക്ക് മുന്നിൽ വന്നുകൊണ്ടേയിരിക്കും. കലാകാരന്മാർക്ക് മരണമില്ല. ഓരോ ദിവസവും ഓരോ കഥാപാത്രങ്ങളായി ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും സിനിമ അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും എന്നാണ് ബിനു പപ്പു കുറിച്ചത്. അതേസമയം ഓഗസ്റ്റ് 17-നാണ് മണിച്ചിത്രത്താഴിന്റെ റിലീസ്. മോഹൻലാലും സുരേഷ് ഗോപിയും ശോഭനയും തിലകനുമെല്ലാം ഒന്നിച്ചെത്തിയ ഈ സൂപ്പർ ഹിറ്റ് ചിത്രം പുത്തൻ ദൃശ്യമികവിൽ എങ്ങനെ ആകുമെന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് മലയാളികളും. നെടുമുടി വേണു, ഇന്നസെന്റ്, സുധീഷ്, KPSC ലളിത തുടങ്ങിയവരായിരുന്നു മറ്റ് താരങ്ങൾ. മലയാളത്തിലെ റിലീസുകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമ ആയിരുന്നു മണിച്ചിത്രത്താഴ് എന്നാണ് വിലയിരുത്തലുകൾ.